ടൈപ്പ് 2 ഡയബറ്റീസിന് ശരിക്കും നമ്മൾ അവരവർക്ക് ഉതകുന്ന ഭക്ഷണ രീതി, വ്യായാമം, മെൻ്റൽ സ്ട്രെസ്സ് കുറക്കുക, അങ്ങനെ ഒരുപാട് പേഷ്യൻസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതിയിൽ തന്നെയാണ്. പ്രോട്ടീൻ കൂട്ടി, കാർബ് കുറച്ച്, ഫൈബറിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഷുഗേഴ്സ് കൺട്രോൾ ആവും. മിക്ക ആൾക്കാരും മാനസിക സമ്മർദ്ദം ഉള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്, ഒരു 60%ഓളം. അപ്പോൾ അവർക്ക് ഉതകുന്ന എക്സസൈസുകൾ നമ്മൾ പറയുന്നുണ്ട്. അല്ല, നമ്മൾ ഒരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ അഡ്വൈസ് നമ്മൾ എടുക്കാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നവർ അവർക്ക് ഉതകുന്ന എക്സസൈസ് നമ്മൾ അവരോട് പ്ലാൻ ചെയ്യാൻ പറയുന്നുണ്ട്. ചില പേഷ്യൻസിൽ ഫാസ്റ്റിങ് ശരിക്കും 200 ആവും, ഭക്ഷണത്തിന് ശേഷം 400 വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേ നിവൃത്തിയുള്ളൂ. അപ്പോൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പേഷ്യൻസിൻ്റെ പ്രധാന സംശയം, ഇപ്പോൾ നമ്മൾ HbA1c 10ൻ്റെ മേലെ ആകുമ്പോൾ നമ്മൾ പറയും ഇൻസുലിൻ ആയിരിക്കും ഉത്തമം എന്ന് പറയും. 85%ഓളം വില്ലിംഗ് ആണ്. ചിലവർക്ക് ഇൻസുലിൻ നീഡിനോടുള്ള പേടി, അത് കാരണം ചിലവർ സ്റ്റാർട്ട് ചെയ്യാറില്ല. പക്ഷേ ചില പേഷ്യൻസിൽ മെഡിസിൻ കൊണ്ട് പറ്റില്ല. അതപ്പോൾ നമ്മളൊരു ആഡ് ഓൺ തെറാപ്പി ആയിട്ട് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഏർലി ഇൻസുലിനൈസേഷൻ ഇസ് ദ ബെസ്റ്റ് എന്നുള്ള ഹൈപ്പോത്തസിസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിൽ നമ്മൾ ഇൻസുലിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ സംശയം അവർക്ക് ഇൻസുലിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാലാകാലം ഇൻസുലിൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ അങ്ങനെയില്ല. ഇൻസുലിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാങ്ക്രിയാസിന് നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ HbA1c ഒരു 7.5 വരുമ്പോൾ നമ്മൾ ഇൻസുലിൻ്റെ ഡോസ് കുറക്കും, മെഡിസിൻ്റെ ഡോസ് കുറക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഭക്ഷണ രീതി അവർക്ക് പറഞ്ഞു കൊടുക്കും, സ്ട്രെസ് അവരിൽ ഒഴിവാക്കി കൊടുക്കും. ഇൻസുലിൻ ഇപ്പോൾ നമ്മളെ പേഷ്യൻസ് തന്നെ ഇൻസുലിൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഇൻസുലിൻ ഇല്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. ചിലവർ മെറ്റ്ഫോമിൻ ഇപ്പോൾ ട്രിപ്പിൾ ഡ്രഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3-4 ഡ്രഗ് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മെഡിസിൻ മാത്രം കഴിക്കുന്നവരുണ്ട്. നമ്മളെ ഷുഗർ കൺട്രോൾ ആക്കണം, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്.